EWS സംവരണരഹിത സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ പ്രതീക്ഷയാണ് EWS. 103-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സംവരണരഹിത സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വിദ്യാഭ്യാസത്തിനും കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസുകളിലെ വിവിധ തസ്തികകളിലേക്കും 10% സംവരണം അനുവദിച്ചിരുന്നു. സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് 2022 നവംബർ 7 പുറപ്പെടുവിച്ച ചരിത്രപ്രധാനമായ വിധിയിൽ സംവരണരഹിത സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് അനുവദിച്ച സംവരണം സ്ഥിരപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. 31/1/2019 36,039/1/2019 നമ്പർ ഉത്തരവ് പ്രകാരം കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനങ്ങളിലെ വിദ്യാഭ്യാസത്തിനും ജോലികൾക്കും EWS ആനുകൂല്യം ലഭിക്കാൻ നിശ്ചിത മാനദണ്ഡങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാർ ജോലികൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രവേശനത്തിനും EWS ആനുകൂല്യം ലഭിക്കുന്നതിന് മാനദണ്ഡങ്ങൾ വ്യത്യസ്തമാണ്. കേന്ദ്ര മാനദണ്ഡങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപേക്ഷകർ പട്ടികജാതി, പട്ടികവർഗ, മറ്റ് പിന്നോക്ക വിഭാഗത്തിലുള്ള സംവരണത്തിന് അർഹതയുള്ളവരായിരിക്കരുത്. കുടുംബത്തിൻ്റെ ആകെ വാർഷിക വരുമാനം 8 ലക്ഷം രൂപയിൽ കൂടരുത്. കുടുംബമെന്നാൽ അപേക്ഷകൻ, മാതാപിതാക്കൾ, പങ്കാളി, 18 വയസ്സിന് താഴെയുള്ള മക്കൾ, സഹോദരങ്ങൾ എന്നിവർ മാത്രമാണ് ഉൾപ്പെടുക. കുടുംബത്തിന് 5 ഏക്കറിൽ കൂടുതൽ കൃഷിഭൂമി ഉണ്ടാവരുത്. നഗരസഭ, കോർപ്പറേഷൻ പരിധിയിൽ വീട് വയ്ക്കുവാൻ അനുയോജ്യമായ 2.06 സെൻറ്റിൽ കൂടുതൽ ഭൂമിയോ ഗ്രാമപഞ്ചായത്തിൽ 4.13 സെൻറ്റിൽ കൂടുതൽ ഭൂമിയോ ഉണ്ടാകരുതെന്നാണ് വ്യവസ്ഥ. 1000 ചതുരശ്ര അടിയിൽ കൂടിയ വീട് അല്ലെങ്കിൽ ഫ്ലാറ്റ് ഉണ്ടാകാൻ പാടില്ല. ഈ മാനദണ്ഡ പരിധിയിൽ ഉൾപ്പെട്ട് വരുന്നവർക്ക് വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അതാത് തഹസിൽദാർമാർ സാക്ഷ്യപത്രങ്ങൾ അനുവദിച്ചു കൊടുക്കും. ഇനി സംസ്ഥാന മാനദണ്ഡങ്ങൾ നോക്കിയാൽ അപേക്ഷകൻ പട്ടികജാതി, പട്ടികവർഗ, മറ്റു പിന്നോക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടവരാകരുത്. അപേക്ഷകൻ്റെ കുടുംബ വാർഷിക വരുമാനം 4 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. സംസ്ഥാന സർക്കാർ ആവശ്യത്തിന് വരുമാനം കണക്കാക്കുമ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, കുടുംബ പെൻഷൻ, തൊഴിലില്ലായ്മ വേതനം, ഉത്സവബത്ത, വിരമിക്കൽ ആനുകൂല്യം, യാത്രാബത്ത, ഹൗസ് പ്ലോട്ടുകളിലെ കാർഷിക വരുമാനം എന്നിവ ഒഴിവാക്കും. എന്നാൽ കേന്ദ്ര മാനദണ്ഡ പ്രകാരം ഇവയെല്ലാം പരിഗണിക്കുന്നവയാണ്. അപേക്ഷകൻ്റെ കുടുംബം എന്നത് കേന്ദ്ര മാനദണ്ഡത്തിൽ പറയും പ്രകാരം തന്നെയാണ്. അപേക്ഷകൻ്റെ കുടുംബ ഭൂസ്വത്ത് ഗ്രാമപഞ്ചായത്ത് പ്രദേശത്ത് 2.5 ഏക്കറും നഗരസഭാ പ്രദേശത്ത് 75 സെൻറ്റും കോർപ്പറേഷനിൽ 50 സെൻറ്റിലും അധികമാകാൻ പാടില്ല. ഒന്നിലധികം പ്രദേശങ്ങളിൽ വസ്തു ഉണ്ടെങ്കിൽ അത് ഓരോന്നിലും ഉൾപ്പെട്ട് വരുന്നത് ആകെ പരിധി കവിയാൻ പാടില്ലെന്നാണ് വ്യവസ്ഥ. ഭൂവിസ്തൃതി കണക്കാക്കാൻ ഇന്ത്യയിൽ എവിടെയുമുള്ള കൈവശത്തിലുള്ള ഭൂമി പരിഗണിക്കും. സംസ്ഥാന മാനദണ്ഡത്തിൽ കൃഷിഭൂമി എന്ന് പ്രത്യേകം പരിഗണിക്കുന്നില്ല. എന്നാൽ കോർപ്പറേഷനിൽ 15 സെൻറ്റിൽ കൂടുതലും നഗരസഭയിൽ 20 സെൻറ്റിൽ കൂടുതലും ഹൗസ് പ്ലോട്ട് ഉള്ളവർക്ക് EWS ആനുകൂല്യത്തിന് അർഹതയുണ്ടാവില്ല. ഹൗസ് പ്ലോട്ട് എന്നാൽ വീട് നിൽക്കുന്നത് അല്ലെങ്കിൽ വീട് വയ്ക്കാൻ അനുയോജ്യമായത് എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അന്ത്യോദയ അന്നയോജന പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് വിഭാഗത്തിൽപ്പെടുന്ന റേഷൻ കാർഡിൽ പേരുൾപ്പെട്ടവർക്ക് മറ്റു മാനദണ്ഡങ്ങളൊന്നും തന്നെ പരിഗണിക്കാതെ EWS ആനുകൂല്യം ലഭിക്കുന്നതാണ്. സംസ്ഥാന സർക്കാർ ആവശ്യത്തിനുള്ള സാക്ഷ്യപത്രം അതാത് വില്ലേജ് ഓഫീസർമാരാണ് നൽകുന്നത്. കേന്ദ്ര സംസ്ഥാന ആവശ്യത്തിനുള്ള അപേക്ഷാ ഫോം, അതായത് ആസ്തി ബാധ്യതാ സർട്ടിഫിക്കറ്റ് ഫോം ഒന്ന് തന്നെയെങ്കിലും സാക്ഷ്യപത്രം 2 ഫോമിലാണ് എന്നത് അപേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം. സാക്ഷ്യപത്രത്തിന് അർഹതയുണ്ടായിട്ടും അത് ലഭിച്ചില്ല എന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ അപ്പീൽ നൽകാവുന്നതാണ്. സംസ്ഥാന ആവശ്യത്തിനുള്ള സാക്ഷ്യപത്രത്തിന് തഹസിൽദാർ മുമ്പാകെയും കേന്ദ്ര ആവശ്യത്തിനുള്ളതിന് അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അഥവാ ADM അല്ലെങ്കിൽ
ജില്ലാ കളക്ടർ മുമ്പാകെയും അപ്പീൽ നൽകാം. EWS സാക്ഷ്യപത്രം മുൻ സാമ്പത്തിക വർഷത്തെ ആസ്തി ബാധ്യതകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നൽകുന്നത്. അതായത് 2026 ഏപ്രിൽ 1 മുതൽ 2027 മാർച്ച് 31 വരെ സാക്ഷ്യപത്രം നൽകുന്നത് 2025 2026 ആസ്തി ബാധ്യതയുടെ അടിസ്ഥാനത്തിലാണ്. നടപ്പ് സാമ്പത്തിക വർഷം കൈവശമുള്ള സ്വത്തും വരുമാനവും വരാനിരിക്കുന്ന സാമ്പത്തിക വർഷത്തിലാണ് EWSന് പരിഗണിക്കുന്നത്. അപേക്ഷകന് ഇത് സംബന്ധിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരിക്കണം. അപേക്ഷ നൽകി 10 ദിവസത്തിനകം സാക്ഷ്യപത്രം ലഭിക്കും. അപേക്ഷ നേരിട്ട് നൽകുന്നതിനാൽ, അതായത് ഓൺലൈൻ അല്ലാതെ നൽകുന്നതിനാൽ, അപേക്ഷ സമർപ്പിക്കുന്ന അവസരത്തിൽ തന്നെ കൈപ്പറ്റ് രസീത് വാങ്ങി സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. ഒരു സാമ്പത്തിക വർഷത്തിൽ ഉദ്യോഗാവശ്യത്തിനോ പഠനാവശ്യത്തിനോ ആയി EWS സാക്ഷ്യപത്രം ആവശ്യമായി വരും എന്നൊരാൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ഏപ്രിൽ മെയ് മാസത്തിൽ തന്നെ സാക്ഷ്യപത്രം വാങ്ങിവയ്ക്കാവുന്നതാണ്. കേന്ദ്ര മാനദണ്ഡങ്ങളിൽ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം 19/9/2022 43,011/2022 നമ്പരായി ഇറക്കിയ ഒരു വിശദീകരണ ഉത്തരവിലൂടെ കൂടുതൽ വ്യക്തത വന്നിട്ടുണ്ട്. അതിൽ കുടുംബത്തെപ്പറ്റി പറയുന്നത് ഇപ്രകാരമാണ്. കുടുംബം എന്നതിൽ അപേക്ഷകൻ, അപേക്ഷക, മാതാപിതാക്കൾ, 18 വയസ്സിന് താഴെ പ്രായമുള്ള മക്കൾ, 18 വയസ്സിന് താഴെ പ്രായമുള്ള സഹോദരങ്ങൾ, അപേക്ഷകൻ്റെ അല്ലെങ്കിൽ അപേക്ഷകയുടെ പങ്കാളി എന്നിവർ മാത്രമാണ് ഉൾപ്പെടുക. അപേക്ഷകൻ്റെ ഗ്രാൻഡ് പേരൻസിൻ്റെ വരുമാനമോ സ്വത്തോ കുടുംബ സ്വത്തായി, അപേക്ഷകയുടെ കുടുംബ സ്വത്തായി ഒരിക്കലും കണക്കാക്കുകയില്ല. അപേക്ഷകരുടെ ഗ്രാൻഡ് പേരൻസ് ഒരിക്കലും EWS മാനദണ്ഡത്തിൽ ആ കുടുംബത്തിൻ്റെ പരിധിയിൽ വരുന്നില്ല എന്ന് ഈ ഉത്തരവ് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഗ്രാൻഡ് പേരൻസിൻ്റെ സ്വത്തിൻ്റെ പേരിൽ EWS സാക്ഷ്യപത്രം കിട്ടാതെ പോയ പല സംഭവങ്ങളും കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നിട്ടുണ്ട്. പത്രവാർത്തകളും ഇത് സംബന്ധിച്ച് ഉണ്ടായിരുന്നു. 18 വയസ്സിന് മുകളിലുള്ള ബന്ധുക്കളും കുട്ടികളും കേന്ദ്ര മാനദണ്ഡ സംസ്ഥാന മാനദണ്ഡ പ്രകാരം കുടുംബം എന്ന പരിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നിയമപരമായി വിവാഹബന്ധം വേർപിരിഞ്ഞവരാണെങ്കിലും അപേക്ഷകരുടെ മാതാപിതാക്കളുടെ 2 പേരുടെയും സ്വത്തും വരുമാനവും EWSന് ബാധകമാണ്. ഭൂമിയെപ്പറ്റി പറഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയുമുള്ള ഭൂമി ഒന്നായി പരിഗണിച്ചാണ് ഭൂസ്വത്ത് പരിധി നിശ്ചയിക്കുന്നത്. കുടുംബത്തിന് 5 ഏക്കറിലധികം കൃഷിഭൂമിയോ വിജ്ഞാപനം ചെയ്യപ്പെട്ട നഗരങ്ങളിൽ 1000 ചതുരശ്ര യാർഡ്, അതായത് 2.06 സെൻറ്റും മറ്റിടങ്ങളിൽ 200 ചതുരശ്ര യാർഡ്, അതായത് 4.13 സെൻറ്റിൽ കൂടുതൽ വീട് വയ്ക്കാൻ അനുയോജ്യമായ ഭൂമി ഉണ്ടായാൽ എന്നതിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. അതിൽ കൂടുതൽ ഭൂമി ഉണ്ടായാൽ അവർക്കിതിന് അർഹതയുണ്ടായിരിക്കുകയില്ല. ഉദാഹരണത്തിന് നഗരത്തിൽ 90 ചതുരശ്ര യാർഡും മറ്റിടങ്ങളിൽ 100 ചതുരശ്ര യാർഡും വിസ്തീർണമുള്ള വീട് വയ്ക്കാൻ അനുയോജ്യമായ ഭൂമിയുള്ള കുടുംബത്തിന് EWS ആനുകൂല്യത്തിന് അർഹതയുണ്ട്. എന്നാൽ നഗരത്തിൽ മാത്രമായി 100 യാർഡിൽ കൂടിയാലും മറ്റുള്ള ഇടത്ത് 200 യാർഡിൽ കൂടിയാലും ആ കുടുംബം പരിധിക്ക് പുറത്തായിരിക്കും. റെസിഡൻഷ്യൽ പ്ലോട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് താമസത്തിന് അല്ലെങ്കിൽ വാണിജ്യ ആവശ്യത്തിനുള്ളത് എന്ന വ്യത്യാസമില്ലാതെ രണ്ടും ഒന്നായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. കൃഷിഭൂമിയുടെ വിസ്തീർണം ആദ്യ ഉത്തരവിൽ 2019 പറഞ്ഞിരുന്നത് പോലെ തന്നെ 5 ഏക്കർ എന്നാണ് നിജപ്പെടുത്തിയിരിക്കുന്നത്. കൃഷിഭൂമിയിൽ വീട് വെച്ച് താമസിക്കുന്നവരുടെ ഭൂമി സംബന്ധിച്ച് ഇപ്പോൾ കൂടുതൽ വ്യക്തതയുണ്ടായിട്ടുണ്ട്. കൃഷിഭൂമിയിൽ വീട് വെച്ച് താമസിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ വീടിൻ്റെ വലിപ്പം 1000 ചതുരശ്ര അടിയിൽ താഴെയും ബന്ധപ്പെട്ട തദ്ദേശ ഭരണ സ്ഥാപനത്തിൻ്റെ നിയമം അനുസരിച്ച് വീടിൻ്റെ സെറ്റ് ബാക്ക് സഹിതം നഗരത്തിൽ മേൽപ്പറഞ്ഞ 100 ചതുരശ്ര യാർഡിൽ കുറവും മറ്റു പ്രദേശങ്ങളിൽ 20 ചതുരശ്ര യാർഡിൽ കുറവുമാണെങ്കിൽ മറ്റു മാനദണ്ഡങ്ങളൊക്കെ അനുയോജ്യമെങ്കിൽ അങ്ങനെയുള്ളവർക്ക് EWSന് അർഹതയുണ്ട്. കൃഷിഭൂമിയിൽ ചെറിയ വീട് വെച്ച് താമസിക്കുന്ന സാധാരണക്കാർക്ക് ഇത് വളരെ ഗുണപ്രദമാണ്. കേരളം പോലെയുള്ള പ്രത്യേക ഭൂപ്രകൃതിയിൽ
ഉത്തരവാദിത്തപ്പെട്ടവർ ശരിയാം വിധം പരിശോധന നടത്തി സാക്ഷ്യപത്രങ്ങൾ അനുവദിച്ചാൽ അർഹരായ നിരവധി ആളുകൾക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കും. റെസിഡൻഷ്യൽ പ്ലോട്ട് അല്ലെങ്കിൽ ഫ്ലാറ്റ് എന്നതിലും കേന്ദ്ര സർക്കാർ വ്യക്തത വരുത്തിയിട്ടുണ്ട്. വീട് വയ്ക്കുന്നതിന് അനുയോജ്യമായ വസ്തു എന്നതാണ് പ്രധാനം. വീട് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നത് ഇതിൽ ബാധകമല്ല. വ്യക്തമായ അതിർത്തി തിരിവോടെ പ്ലോട്ടും റെസിഡൻഷ്യൽ ഫ്ലാറ്റും എന്നതാണ് കേന്ദ്രം ഉദ്ദേശിക്കുന്നത്. ഒരു പ്ലോട്ടിൽ തന്നെ ഒന്നിലധികം ഫ്ലാറ്റുകളും കുടുംബങ്ങളും ഉണ്ടാവാം. അങ്ങനെയുള്ളത് ഒരു ഫ്ലാറ്റിന് 1000 ചതുരശ്ര അടിയിൽ കുറവ് വിസ്തീർണം എന്നാണ് കണക്കാക്കുന്നത്. ഫ്ലാറ്റിലെ പൊതുസ്ഥലങ്ങൾ, അതായത് ഗോവണി, മുറ്റം മുതലായവ ഒഴിവാക്കിയാണ് ഫ്ലാറ്റിൻ്റെ നിർമ്മിതി കണക്കാക്കേണ്ടത് എന്നും കേന്ദ്ര സർക്കാർ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സാധാരണക്കാരായ ആളുകൾക്ക് ഇതൊത്തിരിയേറെ സഹായകരമാകുന്നു. സംവരണം ലഭിക്കുന്നത് ആർക്കൊക്കെ എന്ന് നമുക്ക് പരിശോധിക്കാം. പട്ടികജാതി, പട്ടികവർഗ, മറ്റ് പിന്നോക്ക സംവരണം ലഭിക്കാത്ത, കേന്ദ്ര സർക്കാരിൻ്റെ പട്ടികജാതി, പട്ടികവർഗ, മറ്റ് പിന്നോക്ക ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ലാത്തതും മേൽപ്പറഞ്ഞ മാനദണ്ഡ പരിധിയിൽ ഉൾപ്പെട്ടു വരുന്നതുമായ എല്ലാ വിഭാഗം അപേക്ഷകർക്കും കേന്ദ്ര സർക്കാരിൻ്റെ വകുപ്പുകളിലേക്ക് EWS സംവരണം ലഭിക്കും. ഒരു വ്യക്തി താമസിക്കുന്ന സംസ്ഥാനത്തെയോ കേന്ദ്രഭരണ പ്രദേശത്തെയോ പിന്നോക്ക വിഭാഗത്തിൽ ഉൾപ്പെടുകയും കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ലാത്തതുമായ സമുദായത്തിലെ അംഗമെങ്കിൽ മറ്റ് മാനദണ്ഡങ്ങൾ അനുയോജ്യമെങ്കിൽ ആ വ്യക്തിക്ക് കേന്ദ്ര മാനദണ്ഡ പ്രകാരം EWS സംവരണത്തിനും അർഹതയുണ്ട്. വരുമാനം കണക്കാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് പരിശോധിക്കാം. കേന്ദ്ര മാനദണ്ഡ പ്രകാരം EWS അർഹതയ്ക്ക് കുടുംബ വാർഷിക വരുമാനം 8 ലക്ഷം രൂപയ്ക്ക് താഴെയാണ്. ശമ്പളം, കൃഷി, കച്ചവടം, പ്രൊഫഷൻ തുടങ്ങി എല്ലാ ഇനത്തിലുമുള്ള വരുമാനം കണക്കിലെടുക്കും. മുഴുവൻ വരുമാനവും ഇതിനായി പരിഗണിക്കും. ഉദാഹരണത്തിന് 10 ലക്ഷം രൂപ ആകെ വരുമാനമുള്ള ഒരു കുടുംബത്തിന് നികുതി റിട്ടേൺ പ്രകാരം 6 ലക്ഷം രൂപയാണ് വരുമാനം കണക്കാക്കുന്നതെങ്കിലും EWS ആനുകൂല്യത്തിന് അവർക്ക് അർഹതയുണ്ടാവില്ല. അതായത് ആകെ വരുമാനമാണ് ഇവിടെ പരിഗണിക്കുക. എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സാക്ഷ്യപത്രം അനുവദിക്കുന്നത് ഏകീകൃതമായ നിശ്ചിത ഫോമിലാണ്. ഇതിന് മാറ്റം വരാൻ പാടില്ല. സാക്ഷ്യപത്രം നൽകാൻ ചുമതലപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് ബന്ധപ്പെട്ട തഹസിൽദാരാണ്. തഹസിൽദാരിൽ കുറയാത്ത ഉദ്യോഗസ്ഥനാണ് ഇത് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത്. ഉദ്യോഗ പേരും വ്യക്തമായ സീലും സാക്ഷ്യപത്രങ്ങളിൽ ഉണ്ട് എന്ന് ബന്ധപ്പെട്ട കക്ഷി ഉറപ്പുവരുത്തുന്നത് നന്നായിരിക്കും. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി തന്നെയാണ് സാധാരണയായി EWS സാക്ഷ്യപത്രം ഹാജരാക്കേണ്ട അവസാന തീയതി. മാറ്റം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിയമന അതോറിറ്റി വിവരം മുൻകൂട്ടി അറിയിക്കും. മുൻ സാമ്പത്തിക വർഷത്തെ ആസ്തി ബാധ്യതയാണ് അടുത്ത സാമ്പത്തിക വർഷത്തിൽ ഹാജരാക്കുന്ന സാക്ഷ്യപത്രത്തിൽ ഉണ്ടാവേണ്ടത്. സാമ്പത്തിക വർഷം വ്യക്തമാക്കാത്ത സാക്ഷ്യപത്രങ്ങൾ അംഗീകരിക്കില്ല. EWS വിഭാഗത്തിന് വേണ്ടി സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന തസ്തികകളിൽ യഥാവിധി EWS അർഹർ ഇല്ലാതെ പോയാൽ ആ തസ്തികകളിൽ നിയമനം പൊതുവിഭാഗത്തിൽ നിന്ന് നടത്തും. ഒഴിച്ചിടാനാവാത്തതിനാലും പൊതു സംവരണ തത്വത്തിൽ മാറ്റം വരാൻ സാധ്യതയുള്ളതിനാലും ബാക്ക്ലോഗ് സമ്പ്രദായം EWS വിഭാഗത്തിന് നടപ്പിലാക്കിയിട്ടില്ല എന്നത് ഇതിൻ്റെ ഒരു കുറവായി കണക്കാക്കാം. 31/1/2019 ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന റൊട്ടേഷൻ ചാർട്ട് അടിസ്ഥാനപ്പെടുത്തിയാണ് EWS സംവരണ തത്വം നടപ്പിൽ വരുത്തുന്നത്. അതായത് 9, 19, 29, 39 എന്ന ക്രമത്തിൽ നേരിട്ടുള്ള എല്ലാ നിയമനങ്ങൾക്കും പ്രസ്തുത റൊട്ടേഷൻ ചാർട്ട് അനുസരിച്ചാണ് EWS പ്രകാരം നിയമനം നൽകുന്നത്. ഒരാൾ വ്യാജമായ സാക്ഷ്യപത്രം ഹാജരാക്കുകയും പിന്നീട് അന്വേഷണത്തിൽ അത് വ്യാജമെന്ന് കണ്ടെത്തുകയും ചെയ്താൽ ആ ആളിനെ താൽക്കാലിക നിയമനം, സാധാരണ അങ്ങനെയാണ്, സാക്ഷ്യപത്രത്തിൻ്റെ സാധുത പരിശോധന പൂർത്തിയാകും വരെ നിയമനം, പ്രവേശനം അത് താൽക്കാലികമെന്നാണ് പറയുക. അത് റദ്ദാക്കുന്നതിനും IPC ആക്ട് പ്രകാരം വ്യാജ സാക്ഷ്യപത്രം നിർമ്മിച്ചതിന് നിയമ ശിക്ഷാ നടപടികൾ നേരിടേണ്ടിയും വരും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. EWS സംവരണം ലഭിക്കുന്നവർക്ക് മറ്റു സംവരണങ്ങളിലേതുപോലെ പ്രായപരിധി ഇളവോ കൂടുതൽ ചാൻസോ
ലഭ്യമാക്കിയിട്ടില്ല. ഈ ഉത്തരവ് തീയതിയായ 19/9/2022 മുൻപ് തീർപ്പാക്കിയ ഇത് സംബന്ധിച്ച എല്ലാ കേസുകളും ഈ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി പുനഃപരിശോധിക്കില്ല എന്നും ഉത്തരവായിട്ടുണ്ട്. എന്നാൽ ഏതെങ്കിലും കേസുകൾ കോടതിയിലുണ്ടെങ്കിൽ അവ കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിന് വിധേയമായിരിക്കും എന്ന് ഈ ഉത്തരവിൽ 2022 വ്യക്തമാക്കിയിരിക്കുന്നു. EWS മാനദണ്ഡങ്ങളും സാക്ഷ്യപത്രങ്ങളും സംബന്ധിച്ച് പൊതുവായി ഉന്നയിക്കപ്പെടുന്ന ചോദ്യങ്ങളും അവയ്ക്കുള്ള മറുപടിയുമായിട്ടാണ് കേന്ദ്ര സർക്കാർ 2022 ഒരു വിശദീകരണക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. സംവരണരഹിത സമൂഹത്തിലെ സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് കേന്ദ്ര സർക്കാർ മാനദണ്ഡങ്ങളെപ്പറ്റിയുള്ള പല സംശയങ്ങൾക്കും ഇവിടെ വളരെ വ്യക്തത വരുത്തിയിട്ടുണ്ട്. മാനദണ്ഡങ്ങൾ കൂടുതൽ വ്യക്തമാകുന്നതോടെ അർഹതപ്പെട്ടവർക്കെല്ലാം അത് നേടാനും സാക്ഷ്യപത്രം നൽകാൻ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് അത് യഥാവിധി നൽകാനും കൂടുതൽ സഹായകരമാകുന്നുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ EWS അവകാശം അനുവദിച്ച് ഉത്തരവിറക്കിയിട്ടും മാനദണ്ഡങ്ങൾ പ്രകാരം അർഹതയുള്ള കേരളത്തിലെ നിരവധി ആളുകൾ ഇത് പ്രയോജനപ്പെടുത്തുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നതായി കഴിഞ്ഞ വർഷങ്ങളിൽ പുറത്തിറങ്ങിയ വിദ്യാഭ്യാസ ഉദ്യോഗ റാങ്ക് ലിസ്റ്റുകൾ പരിശോധിച്ചാൽ ബോധ്യപ്പെടുന്നതാണ്. ഇതാരുടെയും ഔദാര്യമല്ല, EWS സംവരണം ആരുടെയും ഔദാര്യമല്ല എന്ന ബോധ്യം അർഹതപ്പെട്ട ഓരോ അപേക്ഷകനും ഉണ്ടാവണം. സർക്കാർ ഉദ്യോഗ വിദ്യാഭ്യാസ പൊതുമണ്ഡലത്തിൽ നിന്ന് പിന്തള്ളപ്പെട്ടു പോകുന്ന മുന്നോക്കക്കാർ എന്ന് അഭിമാനിക്കുന്ന സംവരണരഹിത സമുദായങ്ങളിലെ അർഹരായ യോഗ്യരായ ഒരുമറ്റം ആളുകൾക്ക് സർക്കാർ ഉദ്യോഗത്തിലും വിദ്യാഭ്യാസത്തിലും യഥാവിധി എത്തിപ്പെടാനുള്ള ഒരു സുവർണ അവസരമായി ഇതിനെ കണക്കാക്കാം. പാശ്ചാത്യ രാജ്യങ്ങളിലെ പണവും ജോലിയും സ്വപ്നം കണ്ട് കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നതറിയാത്ത പുതിയ തലമുറയും അവരുടെ മാതാപിതാക്കളും നാട്ടിലെ നല്ല അവസരങ്ങൾ യഥാവിധി പ്രയോജനപ്പെടുത്താൻ ഒത്തിരി സഹായകരമായ ഒരു സാഹചര്യമാണ് EWS അവകാശത്തിലൂടെ ഇപ്പോൾ സംവരണരഹിത സമുദായത്തിലെ ആളുകൾക്ക് കൈവന്നിരിക്കുന്നത്. അത് ഇപ്പോഴെങ്കിലും അവർ മനസ്സിലാക്കണം. EWS സംവരണ വിഭാഗം എന്തൊക്കെയോ അന്യായമായി നേടിയെടുക്കുന്നു, മറ്റ് പിന്നോക്ക വിഭാഗങ്ങളെക്കാൾ കൂടുതലായി നേട്ടമുണ്ടാക്കുന്നു എന്ന് തികച്ചും തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന ചില പ്രസ്താവനകൾ ചില രാഷ്ട്രീയ നേതൃത്വങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടായത് തികച്ചും നിർഭാഗ്യകരമാണ് എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. EWS വിഭാഗത്തിനായാലും പിന്നോക്ക വിഭാഗങ്ങൾക്കായാലും സംവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ശതമാനം സീറ്റുകൾ മാത്രമാണ് അനുവദിച്ചു നൽകുക. ഉദാഹരണമായി 1000 പേർക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഒരു റാങ്ക് ലിസ്റ്റിൽ 100 EWSകാർ ആണ് ഉൾപ്പെടേണ്ടത്. എന്നാൽ പലപ്പോഴും EWSകാരുടെ എണ്ണം കുറവായതിനാൽ 100 EWSകാരെ കണ്ടെത്താൻ ചിലപ്പോൾ 2000-നും 3000-നും അടുത്ത് റാങ്ക് ലിസ്റ്റിൽ വരെ പോകേണ്ടി വരും. എന്നാൽ 12% സംവരണമുള്ള ഒരു പിന്നോക്ക വിഭാഗത്തിലെ 120 പേരെ കണ്ടെത്താൻ ചിലപ്പോൾ 1000-ന് മുകളിൽ പോകേണ്ടി വരില്ല. കാരണം ഈ പിന്നോക്ക വിഭാഗത്തിലെ നിരവധി ആളുകൾ പൊതുവിഭാഗത്തിലും സംവരണ ലിസ്റ്റിലും ഇടം പിടിച്ചിരിക്കുന്നതിനാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പിന്നോക്ക വിഭാഗങ്ങളായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പല വിഭാഗങ്ങളും സാമ്പത്തിക സംവരണ പൊതുവിഭാഗങ്ങളെക്കാൾ വളരെ മുൻപന്തിയിലെത്തി എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഇത് നൽകുന്നത്. മെഡിക്കൽ, എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റുകൾ പരിശോധിച്ചാൽ ഇക്കാര്യം വളരെ വ്യക്തമാകും. 1000 പേരുടെ പ്രവേശനം നടക്കുമ്പോൾ 12% സംവരണമുള്ള വിഭാഗത്തിൽ നിന്നും പ്രവേശനം നേടേണ്ടത് 120 പേരാണ്. എന്നാൽ അതിനു പകരം 400-ഉം 450-ഉം പേർ പൊതുവിഭാഗത്തിലും സംവരണ വിഭാഗത്തിലുമായി പ്രവേശനം നേടുന്നെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം: വിദ്യാഭ്യാസ സാമ്പത്തിക പിന്നോക്കാവസ്ഥ ആ പ്രത്യേക സമൂഹം പിന്നിട്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. EWS വിഭാഗങ്ങൾ ഇപ്പോഴും പട്ടികജാതി വിഭാഗത്തിന് സമാനമായ ഒരു സാമ്പത്തിക പിന്നോക്ക അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്ന് കാണാൻ കഴിയും. സംവരണരഹിത സമുദായങ്ങളിലെ
സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വിദ്യാഭ്യാസത്തിലും സർക്കാർ ജോലികളിലും എത്തി മുന്നേറാനുള്ള ഒരു സാഹചര്യം സാമ്പത്തിക സംവരണത്തിലൂടെ സാധ്യമായിട്ടുണ്ട്. എന്നിരുന്നാലും മറ്റു പിന്നോക്ക വിഭാഗങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന മാർക്ക്, പ്രായം, ചാൻസ് ഇളവുകൾ EWS വിഭാഗത്തിന് കൂടി അനുവദിച്ച് നൽകുമ്പോൾ മാത്രമേ ഈ സംവരണത്തിൻ്റെ ലക്ഷ്യം അതിൻ്റെ പൂർണ്ണതയിലെത്തൂ. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കൊഴികെ സംവരണം സാമ്പത്തിക സ്ഥിതിയെ അടിസ്ഥാനപ്പെടുത്തിയാക്കണം എന്ന ആവശ്യം കഴിഞ്ഞ പല നാളുകളായി ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ ഒരു വലിയ മാറ്റം വരാനിരിക്കുന്ന വർഷങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. EWS സംവരണരഹിത സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വലിയ പ്രതീക്ഷയും സ്വപ്നങ്ങളും നൽകുന്ന, അവരുടെ ജീവിതത്തിന് പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് എന്നുള്ള കാര്യം കൂടി ബോധ്യപ്പെട്ട് ഇതിനുവേണ്ടി അർഹരായിട്ടുള്ള എല്ലാവർക്കും ശ്രമം നടത്താം. വിജയം ആശംസിക്കുന്നു.